ഹോസ്പിറ്റലിൽ പോകണ്ടെങ്കിൽ സാരല്ല, ഇത് എന്റെ അടുത്തിരിക്കും. കൂടിയുണ്ടോ വാതിലോർക്ക്? നീ ഇതിൽ ഷുഗർ ഇട്ടോ? ആ, ഷുഗർ ഇട്ടുണ്ട്. നിന്നോടാരാ പറഞ്ഞേ ഇതിൽ മധുരിടാൻ? അതിനിപ്പോ എന്താ പറയാനിരിക്കുന്നത്? എന്നും മധുരം ഇട്ടല്ലേ കുടിക്കാറ്? ഇന്ന് ഞാൻ ചായയിൽ മധുരിടാൻ നിന്നോട് പറഞ്ഞോ? അതിനുള്ള മറുപടി മാത്രം നീ പറ. ഇല്ല, ഇന്ന് പറഞ്ഞില്ല. പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതിൽ മധുരിട്ടത്? നിനക്കൊന്ന് ചോദിച്ചോടെ ഉണ്ടാക്കുന്നതിന് മുമ്പ്? സാധാരണ അങ്ങനെ തന്നെയല്ലേ കുടിക്കാറ്, അതുകൊണ്ടാ. വേണ്ടെങ്കിൽ അവിടെ വെച്ചോ, ഞാൻ വേറെ ഉണ്ടാക്കി തരാം. ഏയ് അത് വേണ്ട, നീ എന്തായാലും എനിക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചായയല്ലേ, ഇതിനി കളയാൻ നിൽക്കണ്ട, നീ തന്നെ കുടിച്ചോ. എന്നാ അവിടെ ചായ. എന്താ കോലത്, എല്ലാ സാധനങ്ങളും വലിച്ചു വാരിട്ടിരിക്കും. ഒരു പണിയില്ല വീട്ടിൽ, എന്നാ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക. അതുമില്ല, വെറുതെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും, അതിങ്ങനെ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് അങ്ങോട്ട് ഇട്ടു. അപ്പൊ എന്തിനു വാങ്ങി വെക്കുന്ന ഒരു കാര്യമില്ലാണ്ട്. എടീ നീ കൊണ്ട് വന്നേ. എന്താ? എന്താന്നോ, നിനക്കെന്തര ഈ മുഖത്ത് കണ്ണില്ലേ എന്ന് കണ്ടൂടാ? ഇതോ, ഇതിന് അപ്പുറത്തെ ശാരദേച്ചില്ലേ, അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടിട്ട് ഇന്നലെ വന്ന് നോക്കിയിട്ട് പോയതാ. ശാരദേച്ചിയോ? നിനക്കിനി വേറെ പണിക്കാരിയും വേണോ പിയായിട്ട്? നിന്റെ അച്ഛൻ വന്നു കൊടുക്കാന് പൈസ? അത് എനിക്ക് ശ്വാസം മുട്ടലുള്ള കാര്യമായിട്ടിനെ അറിയുന്നതല്ലേ. ഇതെല്ലാം അടിച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കും അലർജി ആയിട്ട് പ്രശ്നമാവും. അപ്പൊ ഞാൻ ശാരദേച്ചിനോട് പറഞ്ഞതാ ഇവിടെ ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അന്നേരം അവരാ പറഞ്ഞത് നാളെ അവർക്ക് പണിയില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാ, ഇപ്പൊ എന്തോ പണിക്ക് പോകുന്നുണ്ട്, അപ്പൊ അതില്ലാത്ത ദിവസം വന്നിട്ട് ഇതൊക്കെ ചെയ്തു തരാന്നാ പറഞ്ഞത്. പൈസ ഞാൻ കൊടുത്തോളാം. ആ പൈസ ഞാൻ തന്നല്ലേ, അല്ലാണ്ട് നീ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലല്ലോ. അറിയുന്നു പൈസ എടുത്തു കൊടുക്കാന്ന്, ഒരു ഉളുപ്പില്ലാണ്ട്. അതല്ല ഏട്ടാ, ഇതൊക്കെ ഞാനിപ്പോ ശരിയാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. എനിക്ക് മുമ്പ് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാ, അതുകൊണ്ടാ. ഓ, ആ കാര്യം ഞാനങ്ങോട്ട് മറന്നുപോയി. ഏതോ കൊട്ടാരന്ന് ഇറങ്ങി വന്ന തമ്പുരാട്ടിയാണല്ലോ. എടി ഇത് വലിയ മല മറിക്കുന്ന പരിപാടിയാണോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കല്ലേ ഭക്ഷണം കഴിച്ചോണ്ട്? നിനക്ക് ഈ ഒരു ചെറിയ പണിക്ക് വേറെ ആള് വേണമെന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. വൈകുന്നേരം വരുമ്പോഴത്തേനതാ ഇവിടെ ഒരു ഒറ്റ സാധനം കണ്ടുവരുത്. ഇത് എവിടേക്ക് വെക്കണോ അവിടെ കൃത്യം സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കണം. അതിനെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത്. അല്ലേ വേണ്ട, നീ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. എനിക്കിതിനെ തീരെ വിശ്വാസമല്ല. അന്ന് കാണട്ടെ നീ വീട്ടിൽ പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ പണിയൊന്നുമില്ലല്ലോ, എന്നിട്ട് എന്താടി നോക്കിക്കുന്നത്? നിങ്ങൾക്കത് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ചെന്നിട്ട് ചെയ്യ്, പോ. ഇടയ്ക്ക് വല്ല പ്രാണികളൊക്കെ ഉണ്ടാവും. പ്രാണി ഉണ്ടെങ്കിൽ നിന്റെ അത്ര വലിപ്പമൊന്നുമില്ലല്ലോ, അതിന് അവിടെ കളയി. അവിടെ ഒരു അഭിനയം കൊണ്ട് വന്നിരിക്കുന്നു, പണിയെടുക്കാൻ മടിച്ചിട്ട്. ആ ചാകങ്ങൾ എടുത്ത് മാറ്റടി, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നില്ലേ, അതിന്റെ ആരോഗ്യം അവിടെ ഇവിടെ കാണിക്ക്. അവിടെ എന്താ ഉള്ളത് ആ ബോക്സിന്റെ ഉള്ളില്? നോക്ക്. നിറയെ പൊടിയായിട്ടാ. പൊടിയാ? ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിലേ പിന്നെ വേറെ ഒന്നും ഉണ്ടാവും പൊടിയല്ലാണ്ട്. അതൊക്കെ തീർത്തിട്ട് ഇനി വന്നാ മതി. ഇതെന്താടി കിടക്കുന്നത്? എഴുന്നേക്ക്, എനിക്ക് പോണ്ടേ.
നല്ല ശ്വാസം മുട്ടലല്ലോ തോന്നുന്നു. ഓ പിന്നെ 2 പൊടി മുഖം കൂടെ കയറുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ട് വരല്ലേ. അങ്ങനെയാണ് ഈ പാടത്തും പറമ്പത്തും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അവസ്ഥ എന്തായിരിക്കും? അവർക്കൊന്നും ഉണ്ടാവില്ല. അവർ ഡെയിലി പോകുന്നില്ലേ? വെറുതെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവള്. ചെന്നിട്ട് താഴെ എന്റെ കാറ് കഴുകി വെക്ക്. അത് ഫുൾ ചെളിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കിടന്നോണ്ടിരിക്കണ്ട, വേഗം ചെന്ന് ചെയ്യേ. എനിക്ക് കുറച്ച് നേരത്തെ പോകാനുള്ളതാണ്. ഏട്ടാ ഒന്ന് പോണം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? രാവിലെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അടുക്കളയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതല്ലേ. കുഞ്ഞിനെ ഞാനല്ലേ സ്കൂൾ ബസ് സ്റ്റോപ്പ് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല. ഈ തീരെ വയ്യ. ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എഴുന്നല്ലേ, അതും ലീവ് എടുത്തിട്ട്. എടി ഇതൊക്കെ കണ്ട് തന്നെ പോയിക്കോളും. ചെന്നാൽ കാറ് കഴിയും ഒരു 10-15 മിനിറ്റ്, അപ്പൊ ഇതൊക്കെ നോർമൽ ആയിക്കോളും. ഏട്ടാ ഇന്ന് പോണ്ട, ഹോസ്പിറ്റലിൽ പോണ്ട. അല്ലെങ്കിൽ സാരല്ല, ഇത് എന്റെ അടുത്തിരിക്കും. എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നുന്നു. ഇപ്പൊ കൊറേ ദിവസമായില്ലേ, അന്ന് അവിടെ ക്ലീൻ ചെയ്ത് അപ്പൊ തുടങ്ങിയതല്ലേ. അതിനുശേഷം ഇത്രയും ദിവസം ഒരു മാറ്റമില്ലല്ലോ. ഏട്ടൻ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം. ഇന്ന് ലീവാക്കട്ടെ പ്ലീസ്. ആ ബെസ്റ്റ്. ഞാൻ എന്റെ ജോലിയും പോലും കളഞ്ഞിട്ടേ നിന്റെ കൂടെ വന്നിരിക്കാം. എടി നിനക്ക് ജീവിതകാലം മുഴുവൻ ഈ ശ്വാസം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്റെ ജോലിയും കളഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ വന്നിരിക്കണ. വാചടിച്ചോണ്ടിരിക്കുന്ന അവള്. എനിക്ക് വയ്യേട്ടാ തീരെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് കാറ് കഴുകാനാകില്ല. ഓ രാവിലെ ജോലിക്ക് പോകാൻ നിൽക്കുമ്പോ നിനക്ക് ഇനി തിരുമോന്തയും കാണിച്ച് കണ്ണീരും കൊണ്ട് ഇങ്ങനെ നിക്കല്ലേ. നിനക്ക് മോന്ത കണ്ണൂർ പോയി അന്നത്തെ ദിവസം പോയി. നീ വരണ്ട, ഞാൻ ചെയ്തോളാം. ഇവളിത് എവിടെ പോയി കിടക്ക? വാതിൽ കൂടി ഉണ്ടോ? എടി വാതിൽ ഓർക്ക്. ഡേ ഇവളെവിടെയതിപ്പോ? ഡോർ ലോക്ക് ചെയ്ത? ഇവളെവിടെ പോയി ഡോർ ലോക്ക് ചെയ്തിട്ട്? അതും പറയാണ്ട് ഇവിടെ പോകണത് വിളിച്ച് പറഞ്ഞൂടെ? നീ എവിടെ? ഇവിടെ ഇല്ലല്ലോ. പഠിക്കാന്ന് പോവാണെങ്കിൽ ഒന്ന് ഫോണെങ്കിലും ചെയ്തൂടെ? അങ്കിൾ ഇതാ ഇവിടുത്തെ കീ. ഇവിടുത്തെ കീയോ? ഇതാരാ മോന്റെ തന്നത്? എന്റെ മമ്മി തന്നതാ. മമ്മിയോ? ഇവിടുത്തെ ആന്റീന് ഒട്ടും വയ്യായിരുന്നു, എന്നിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഒരമ്മമ്മ. ഹോസ്പിറ്റലിലേക്കോ? ഏതമ്മമ്മ? മമ്മി പറഞ്ഞത് ഇവിടുത്തെ ആന്റീന്റെ അമ്മയാ. ആന്റീന്റെ അമ്മയോ? ആന്റിക്ക് ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, എന്നിട്ട് എന്റെ മമ്മി ഓടി വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മമ്മി അങ്കിളിനെ കുറെ വിളിച്ചു, എന്നിട്ട് അങ്കിൾ ഫോൺ എടുത്തില്ല. അതുകൊണ്ടാ അമ്മമ്മ എന്നെ വിളിച്ചത്. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോൻ പോയിക്കോട്ടോ.
ഹലോ അമ്മ, നിങ്ങൾ എവിടെയാ? അതെന്തിനാ നീ അറിയുന്ന? ഇല്ല, അങ്ങോട്ടൊന്നും വരാനാ. ഇത്രയും കാലം എനിക്ക് അവളെ ദ്രോഹിച്ചൊന്നും പോരെ. ഇനി അവളെ തേടി വരിക. അടുത്ത വീട്ടിലെ കുട്ടി കണ്ടിട്ടില്ലെങ്കിൽ എന്റെ മോളിപ്പോ ജീവനോട് ഉണ്ടാവില്ല. ഇനി ഭാര്യ പറഞ്ഞ ആ പേരും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ അവളെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നിന്നെ പോലെ ഒരുത്തനെ ഇനി ഭർത്താവായിട്ട് എന്റെ മോൾക്ക് വേണ്ട. ഏട്ടൻ എത്തിയോ? 1/2 മണിക്കൂർ വൈകിയില്ലേ? ഞാൻ 1/2 മണിക്കൂറോ ലേറ്റ് ആയിട്ട് വരും. ചിലപ്പോ നേരത്തെ വന്നു വരും. ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, അല്ലാണ്ട് നിന്റെ വീട്ടിലേക്കല്ലല്ലോ. നീ ആരടി ചോദിക്കാൻ? അതല്ല, ഏട്ടൻ നേരത്തെ വരുന്ന ചോദിച്ചിട്ട് ചായയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനൊരു സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 1/2 മണിക്കൂറായി കാത്തിരിക്കുന്നത്. തണുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ചായയും സ്പെഷ്യലും കൊണ്ട് വേറെ വല്ലതും കൊണ്ടേ കൊടുക്കും. പറയാനുള്ളത് ഞങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പതാ ഈ പേര് മറ്റിങ്ങോട്ട് വരരുത് കേട്ടോ. അത് അവൾക്കും കൂടി മോശം, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതല്ലമ്മേ, എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. കല്യാണം കണ്ടിട്ട് ഇത്രയും വർഷം മോന്റെ കൂടെ തന്നെ അവൾ ഉണ്ടായത്. അപ്പൊ ഇതുവരെ സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്തെല്ലാം ആണ് അവന്റെ മോളോട് അനുഭവിച്ചത്. ഒരു വേലക്കാരനെ പോലെയല്ലേ അടിമയായിട്ടില്ലേ അവിടെ പണിയെടുത്തോണ്ടിരുന്നത്. എന്റെ മോൾക്ക് സുഖമില്ലാണ്ട് നിന്റെ കാല് പിടിച്ച് കരഞ്ഞ് അവള് പറഞ്ഞില്ലേ, എന്നിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? എന്റെ മോൾക്ക് ഒന്നും പറയാനില്ല. അവള് പറയേണ്ട കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അമ്മ, എന്റെ തെറ്റ് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അവൾക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാണ്ട് ഓഫീസിൽ പോയത്. എനിക്കൊരു 2 മിനിറ്റ് സമയം മതി. ഞാൻ അവിടെ നിന്ന് സംസാരിച്ചിട്ട് പോയിക്കോളാം. മോനെ, ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞ് മൂപ്പര് വരാൻ സമയമായി. അവര് വന്ന് ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്. മോള് പറഞ്ഞ ജീവന ഞങ്ങൾക്ക്. അപ്പൊ അവൾ ഇത്രയും അനുഭവിച്ചു എന്ന് പറയുമ്പോ ഇനി അവൾക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ ഉള്ളത്? മൂപ്പരൊന്ന് ഇറക്കി വിടുന്ന മുന്നേ മോൻ പോയിക്കോ, അതാ നല്ലത്. അല്ലെങ്കിൽ ആൾക്കാരുടെ മുൻപിൽ വെറുതെ. അമ്മ, ഞാൻ അവളോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനുള്ള അവസരങ്ങൾ എനിക്കിതാ. ഞാൻ കുറെ ഫോൺ ചെയ്തു അവളാണെങ്കിൽ എടുക്കുന്നില്ല. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അച്ഛൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എന്റെ മോളെ ഭർത്താവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ റെസ്പെക്റ്റോട് കൂടി സംസാരിച്ചത്. മോനെ, ഞാൻ ഒരു കാര്യം പറയലോ, എന്റെ നാവ് കൊണ്ട് ഇറങ്ങി പോന്ന് പറയിപ്പിക്കുന്ന ഇടവരുത്താണ്ട് പോകുന്നതാ നല്ലത്. അമ്മേ, എന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ വന്നത്? എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോളെ, ഇവനോടൊക്കെ നീ എന്ത് സംസാരിക്കാനാ? ഇത്ര അനുഭവിച്ചൊന്നും പോരെ എനിക്ക്. എന്തായാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളായി പോയില്ലേ. എനിക്കും കുറച്ച് പറയാനുണ്ട്. അമ്മ തൽക്കാലം പോയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ സ്വാർത്ഥ കാരണം ഞാൻ അങ്ങനെ ചെയ്തു പോയത്. അത് മനസ്സിലാക്കാൻ ഒരുപാട് ലേറ്റായി. നീ അവിടുന്ന് പോയപ്പോഴാണ് നിന്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞൊക്കെ നീ ഒന്നും മറക്ക്. എന്റെ കൂടെ നിന്ന് ഇപ്പൊ ഞാൻ വരാം. പക്ഷെ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവില്ല എന്ന് എനിക്ക് എന്ത് ഉറപ്പാണുള്ളത്? 1-2 പ്രാവശ്യമല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതല്ലേ ഈ പീഡനവും ഉപദ്രവവും ഒക്കെ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, നീ പോയി കഴിഞ്ഞപ്പോഴാണ് നിന്റെ ബലം മനസ്സിലായതെന്ന്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഓർക്കാൻ നല്ലത് മാത്രമേ ഉണ്ടാവും. കാരണം ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഒരു നല്ലത് പോലും ഇല്ല എന്റെ മനസ്സിൽ. പിന്നെ ഞാൻ എന്തിന്റെ പേരിലാണ് ഇനി അങ്ങോട്ട് കയറി വരുന്നത്? എടാ, നീ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെ ഉറച്ചു നിന്ന നാളെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കും? നിങ്ങളെ സഹിച്ച് ഗതി കെട്ടപ്പോഴാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്.
അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമുക്കൊരു കുഞ്ഞുണ്ട്, അതിന് നല്ലൊരു ഭാവി ഉണ്ടെന്നൊക്കെ. ഇതുവരെ നിങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിപ്പോയി. ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിന്നെയും കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കണം. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കേ. എത്രയെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ ക്ഷമിക്കുക? സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ഇങ്ങനെ കരഞ്ഞും അപമാനം സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? സത്യം പറഞ്ഞാൽ നിങ്ങളോട് നിൽക്കുമ്പോൾ ഞാൻ എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നില്ലായിരുന്നു. ഓരോ ദിവസവും ഞാൻ വിചാരിക്കും നിങ്ങൾ കുറച്ചുകൂടി സ്നേഹിച്ചാൽ, അല്ലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നന്നായി ചെയ്താൽ നിങ്ങൾ മാറുന്നു. പക്ഷെ നിങ്ങളുടെ ഈ ദുഷ്ട സ്വഭാവമൊന്നും ഒരിക്കലും മാറില്ല എന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അന്ന് ഞാൻ ശ്വാസം വിട്ടിട്ട് അത്രയും വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞു കാറ് കഴുകും. ഇനി നിങ്ങൾ പറയണ പോലെ എല്ലാം മറന്ന് ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് അമ്മയില്ലാണ്ടായിപ്പോ. ഒരു കുട്ടിക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്നറിയാം? അച്ഛന്റെ അമ്മേന്റെ സ്നേഹവും പിന്നെ സന്തോഷമുള്ള ഒരു ചുറ്റുപാടും. നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം എന്റെ മോനെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാനോ അവന് സന്തോഷം കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. എടാ അതല്ല, നിനക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നീ മാത്രം വിചാരിച്ച നമ്മുടെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. തൽക്കാലം കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവൻ കൂടെയുള്ള സമയത്ത് അങ്ങനെ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള തോന്നൽ പോലും നിങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ. അടുത്ത മാസം മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും. അവനെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാ ഞാൻ അവനൊന്ന് കണ്ടിട്ടെങ്കിലും പോട്ടെ. അതെന്തായാലും വേണ്ട. ഞങ്ങളിവിടെ ഇത്ര ദിവസമായില്ലേ, ഇതുവരെയും അവന്റെ അച്ഛനെ കുറിച്ച് ഒരു വാക്ക് പോലും അവൻ ചോദിച്ചിട്ടില്ല. അത്രയ്ക്കുണ്ട് നിങ്ങൾ അവന്റെ മനസ്സിലുണ്ടാക്കിയ സ്നേഹം. അവൻ എന്ന് നിങ്ങളെ കാണണമെന്ന് പറയണം, അന്ന് കണ്ടാ പോരെ. നാളെയാ റേസില് വേറെ ടോസ്റ്റ് സെലക്ട് ചെയ്തു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായില്ലേ? ആ സാറേ അവിടെ ഒന്നും ഇല്ല. അവരുടെ വീട് എങ്ങോട്ടല്ലേ? ഞാൻ 2 ദിവസം മുഴുവൻ കട്ട് ചെയ്ത് പോയതാ. ഏയ്, ഇയാള് പറഞ്ഞ പണി അങ്ങോട്ട് ചെയ്താൽ മതി. അവിടെ ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാ. അത് അവിടെ 3-4 കമ്പ് വെട്ടാണ്ട് ചെന്നാ ചെയ്യ്. ചങ്ങായിട്ട് പറയാൻ മനസ്സിലാണല്ലോ. വെറുതെ TV കൊണ്ട് വീട്ടിലിരുന്ന ലീവ് ദിവസം. ഇയാളെന്തീ പെരുവരുത്തോണ്ടിരിക്കുന്നത്? പറഞ്ഞ പണി ചെയ്തോ പോരെ, ചെന്നങ്ങോട്ട് ചെയ്യ്. ആ സാറേ, ഞാനിപ്പോ ചെയ്യാം. 2-3 ഉണ്ട് കട്ട് ചെയ്യാൻ. അന്ന് ചെല്ല്, സമയങ്ങളുണ്ടാ, ചെയ്തോ. കട്ട് ചെയ്യാൻ പോ. കടയൊന്നും കാണുന്നില്ല. വീട്ടുകാരില്ലേ? എവിടെയും കാണുന്നില്ല. ഇതിനായിരുന്നല്ലേ? അപ്പൊ എന്തായാലും പുറത്തെവിടെയും പോകാൻ വഴിയില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. കുറച്ചു നേരം കൂടെ നമ്മുടെ പണിയെടുക്കട്ടെ, നിന്ന് നോക്കാം. എന്നാലും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണെങ്കിലും ചെയ്യാം. സാറേ, വീട്ടിൽ ഭാര്യ വിളിച്ചിട്ടുണ്ട്, നിർത്തോട്ടെ? ഡ്യൂട്ടി ടൈമിലാണ് ഫോൺ എടുക്കുന്നത്, അവരൊക്കെ പിന്നെ വിളിക്കും. കട്ടി ഫോൺ. വൈകുന്നേരേ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്, അതിനോട് വിളിച്ചാ. നിങ്ങളെ കൊണ്ട് തോറ്റല്ലതാമട്ട്. വെറുതെ എനിക്കിങ്ങനെ പണീന്റെ സമയത്ത് വരേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഫോണിലല്ലേ എപ്പോഴും? സാറേ, എനിക്കിന്ന് ലീവാ. വെറുതെ ഇല്ലാത്ത പണിക്ക് എന്നെയും കൂട്ടി വന്നു. എന്റെ ഭാര്യയുടെ അടുത്ത് എനിക്ക് സംസാരിക്കണം. എനിക്ക് എന്റെ ഭാര്യയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകണം. എല്ലാവർക്കും സാറിന് വരെ ആകാൻ പറ്റില്ലല്ലോ. എന്നാ വേഗം എടുത്ത് സംസാരിക്കും. പണി തുടങ്ങാനുള്ള സമയം കളയല്ലേ. ഹലോ, ഇത് ബുക്ക് ചെയ്തോ? എത്ര മണിക്കോ? 5 മണിക്കോ? ഓ, ഞാൻ വരാം. ഇപ്പൊ വരാൻ പറ്റില്ല, എനിക്ക് കൂടുതലുണ്ട്. അയാളുടെ ഭാര്യ വീടിന്റെ അടുത്താ വന്നിട്ടുള്ളൂ. അയാൾ ഇവിടുന്ന് തോന്നിയില്ല. മൂപ്പര് ഭാര്യയുടെ അടുത്ത് പണിയും കൊണ്ടേ നമുക്ക് പണി തരിക. ഇടയ്ക്കിടെ ഇല്ലാത്ത പണിയും പറഞ്ഞ് ഒരാളെ കൂട്ടിയിട്ട് വരും.
ആ നീ കട്ട് ചെയ്തോ, ഞാൻ ഒരു 5 മണിക്ക് എത്താം. ഓക്കെ. ഇത് നടന്നു പോന്ന് ഓട്ടോയൊന്നും കിട്ടിയില്ലേ? ഇല്ല, ഓട്ടോ കിട്ടിയില്ല. ഇവിടെ നടക്കാനേ ഉള്ളൂ. എന്നാ കാറ് കയറ്, ഞാൻ കൊണ്ടുവിടാം. നിങ്ങൾ പോയിക്കോ, ഇവിടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം നടക്കാൻ. അല്ല, നമുക്കൊന്ന് കാണാൻ പറ്റും. അതിനിപ്പോ എന്താ കാണാൻ പറ്റുമല്ലോ. എവിടെ വരണ്ടേ? ഇപ്പൊ വരട്ടെ? ഇപ്പൊ വർക്കിലല്ലേ? അതൊന്നും സാറില്ല, ഞാനിപ്പോ വരാം. എന്നാ പിന്നെ ഗാന്ധി പാർക്കിന്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഞാൻ അവിടെ വരാം. ശരി. നമ്മളോട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഒന്നിങ്ങനെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന്. എൻ്റെ വീട്ടിലന്ന് വന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതല്ലേ. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചതാണല്ലോ. പിന്നെ എന്തിനാ ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ എൻ്റെ പുറകെ വന്നിട്ട് സ്വയം വിഡ്ഢിയായിക്കൊണ്ടിരിക്കണം? തെറ്റിപ്പോ ആർക്കും പറ്റാലോ. അത് തിരുത്താനൊരു മനസ്സുണ്ടാവുക പറയുന്നല്ലേ വലിയ കാര്യം. ഞാനിപ്പോ നീ വിചാരിക്കുന്ന ഒരാളല്ല, ഒരുപാട് മാറി. പക്ഷെ അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ നീയും കുഞ്ഞും ഇല്ലാണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും മൗനും ഒക്കെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് മാത്രമല്ല, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങും. വെറുതെ എന്തിനാ ഞങ്ങളുടെ ഉള്ള സമാധാനം കൂടി കളയാൻ നിൽക്കുന്നത്? ഒന്നുകിൽ വിളിച്ചാൽ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറകെ വരുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്നോട് സംസാരിക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം. ഇതിപ്പോ ഒന്നും ചെയ്യാണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ? ഞാനിപ്പോ സംസാരിക്കുന്നത് എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ മോന് നിങ്ങളോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഞാൻ വരികയാണെങ്കിൽ തന്നെ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാം മറന്നു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതുവരെ അനുഭവിച്ചതും സഹിച്ചതൊന്നും ഒരു സെക്കൻഡ് കൊണ്ട് മറന്ന് വേറൊരാളാണെന്നുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾ പഴയ ആളൊന്നുമല്ല, ഒരുപാട് മാറിയെന്ന്. ഞങ്ങൾ കാരണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാനും കുഞ്ഞും ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന വിചാരിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഒപ്പം ഞാൻ 5-8 വർഷം ജീവിച്ചതല്ലേ. അന്ന് നിങ്ങൾ എന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഇനിയിപ്പോ ഞാൻ വന്നാലും എനിക്ക് നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേ. ഇനി ശല്യം ചെയ്യാൻ വരാൻ ഞങ്ങൾ എന്തായാലും വരില്ല.